അങ്ങനെ ഫൈനലി നമ്മുടെ ഓണം വെക്കേഷൻ്റെ ഇവിടെ അവസാനിക്കാനായിട്ട് പോവുകയാണ് അല്ലേ. മൺഡേ മുതൽ നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പോവുകയാണ്, ടീച്ചേഴ്സിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഈ ഓണം എങ്ങനെ അടിച്ചു പൊളിച്ചെന്നും ഓണത്തിനൊക്കെ കണ്ട സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും എല്ലാവരും പോകുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മടിയും ഉണ്ടായിരിക്കും അല്ലേ. കാരണം ഇനി മുതൽ കുറേ ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ കിടക്കുന്നത്. ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പുതിയ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ളൊരു അല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മൂഡിലേക്ക് ഒന്നും എത്തിയിട്ടുണ്ടാവില്ല അല്ലേ. ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. കുറച്ച് ദിവസം ലീവൊക്കെ ആകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് അല്ലേ കുഞ്ഞൊരു മടിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് വരണം അല്ലേ. തിരിച്ച് വീണ്ടും തിരുമ്പി വന്നിട്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കാനിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാനിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തോന്നില്ലേ, അയ്യോ ബസ്സേ വയ്യ അല്ലേ. കാരണം എന്താ, കുറേ ദിവസം നമ്മളിങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് നല്ലൊരു വലിയൊരു ബ്രേക്കൊക്കെ ആയില്ലേ. അപ്പോൾ ഈ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഇരുന്ന് പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ബസ്സേ. ആ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. പഠിക്കണം എന്നൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഇനി അടുത്ത ഫേസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് കുറച്ച് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം അടിപൊളിയായിട്ട് നല്ല എനർജിയോടുകൂടെ നല്ല സെറ്റായിട്ട് തന്നെ പഠിക്കാനിരിക്കാൻ പറ്റുക എങ്ങനെയാണ് എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്പുകൾ മിസ് പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ സാധാരണ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ എനർജിയോടെയും കൂടുതൽ പവറോടും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാനും പറ്റും. പഠനം നല്ലൊരു രസകരമായിട്ട് മാറ്റിയെടുക്കാനും പറ്റും. ഓക്കെ, റെഡി? അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റൂൾ എന്നുള്ളത് നമ്മൾ സെറ്റാക്കി വയ്ക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ നേരം ഒരുമിച്ച് ഇരുന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ ഇത്രയും ദിവസം എന്ത് സുഖമായിട്ട് നടന്നിരുന്നു, ഞാനാണ് ഇപ്പം എന്തോരായിരുന്നു പഠിക്കുന്നത്, ഭയങ്കര കഷ്ടപ്പാടാണ് പഠിക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര കഷ്ടപ്പാട് എന്നുള്ള രീതിക്ക് മാത്രം നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ പഠിക്കുന്നൊന്നും നമ്മുടെ തലയിലും കയറില്ല, ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനൊരു പ്രശ്നമേ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു 5 മിനിറ്റ്സ് ഇരുന്ന് പഠിക്കാം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാം, വീണ്ടും ഒരു 5 മിനിറ്റ്സ് ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയല്ലോ. പിന്നെ നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂട്ടി വെക്കുക. അപ്പോൾ അങ്ങനെ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പഠിത്തത്തിൻ്റെ ഡ്യൂറേഷൻ നമ്മളൊന്ന് കൂട്ടി കൊണ്ടുവരാണ്. അപ്പോൾ അങ്ങനെ പതിയെ കൂട്ടി വരുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളൊരു തോന്നലും വരില്ല. പതിയെ നമ്മൾ ആ ഒരു പഠനത്തിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് നമ്മളറിയാതെ തന്നെ നമ്മൾ സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് സമയം പഠിക്കുക, പിന്നെ വീണ്ടും അതിലേക്ക് ഒരു 5 മിനിറ്റ്സ് കൂട്ടുക, പിന്നെ വീണ്ടും ഒരു കുറച്ച് നേരം ഇരുന്ന് പഠിക്കുക, അതിൻ്റെ വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂട്ടുക. അങ്ങനെ പതിയെ കൂട്ടി വരാം. പിന്നെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് കുറേ നേരം ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞത് നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറേശ്ശെ ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 20 മിനിറ്റ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. പിന്നെ വീണ്ടും നിങ്ങളൊരു 20 മിനിറ്റ്സ് പഠിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ കുറേശ്ശെ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നേരം നമ്മുടെ തലയിൽ കയറുള്ളൂ. അതായത് കുറച്ച് നേരം നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെയൊക്കെ മൊത്തത്തിൽ പോകുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടൊക്കെ പഠിക്കുക. നല്ലോണം വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് അല്ലെ വിശക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഇടയ്ക്ക് വല്ല സ്നാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ കൊണ്ടുവച്ചോളൂ. അപ്പോൾ നല്ല എൻജോയ് ചെയ്തിരുന്ന് വിശപ്പൊക്കെ മാറ്റി സെറ്റായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 മിനിറ്റ്സ് റൂൾ ഒന്ന് സെറ്റാക്കി വെച്ചോ. തുടക്കം തന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ട, കുറേശ്ശെ സമയം കൂട്ടി വന്നാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പഠിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, അതായത് നമ്മൾ സ്ഥിരം ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും പോയിരുന്ന അതേ സ്ഥലത്ത് തന്നെ അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോൺസെൻട്രേഷൻ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ അയ്യോ ഇന്ന് ഇത്രയും ദിവസം എൻജോയ് ചെയ്തിരുന്നല്ലേ, വീണ്ടും നമ്മൾ പഠിക്കാനായിട്ട് വന്നല്ലോ എന്നൊക്കെയുള്ള ഒരു പഠിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ മാത്രമായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഫ്രഷ് ആവണം അല്ലേ. ഒരു ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോട് കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് എൻവയോൺമെൻറ്റ് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഒന്ന്
എൻവയോൺമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഒരു പ്രകൃതിയായിട്ടാണെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, മുറ്റത്തൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് നല്ല നല്ല എൻവയോൺമെൻറ്റ്, നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുക, അങ്ങനെ നല്ല രസമുള്ള കുറച്ച് എൻവയോൺമെൻ്റ് ഒക്കെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ജസ്റ്റ് ഒന്നൊരു സ്ഥലം ഒന്ന് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു പഠിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് നമ്മളെന്തോ പുതിയൊരു കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. നല്ല എനർജിയോടുകൂടെ നല്ല പവറായിട്ട് തന്നെ പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അത് നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി ചിലർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും. കാരണം കുറേ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, കുറേ നാളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ അവധിയൊക്കെ എടുത്ത് ചിൽ ചെയ്തിരുന്നല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു തുടക്കം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലേ, ആ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ കുറേ വലിയ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. കാരണം വലിയ ഗ്രൂപ്പായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പഠിക്കാനേ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം പോയി കഴിഞ്ഞാൽ 2 or 3 ആൾക്കാർ, അതിനപ്പുറത്തേക്ക് ഗ്രൂപ്പിൻ്റെ എണ്ണം ഗ്രൂപ്പ് വലുതാവരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചങ്ക കൂട്ടുകാരനോ അല്ലെങ്കിൽ ചങ്ക കൂട്ടുകാരി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേരും കൂടെ ചേർന്നിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, കമ്പൈൻ സ്റ്റഡി നടത്താം. ഓക്കെ, അതായത് ഒരുമിച്ചിരുന്ന് പഠിക്കുക. അപ്പോൾ 2 പേരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും എന്താ ചെയ്യണം, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യിക്കണം അല്ലേ. നിനക്ക് പറ്റും, ഇതൊക്കെ സിമ്പിൾ അല്ലേ, പഠിച്ചെടുക്കാനായിട്ട് പറ്റും, നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് പഠിക്കുന്നു പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ 2 പേരും വേണമെന്നുണ്ടെങ്കിൽ വേറെ വേറെ ടോപ്പിക്സ് പഠിക്കാം. അപ്പം ഞാൻ ഇത്ര മുതൽ ഇത്ര വരെ ഞാൻ പഠിച്ചു, നീ ഇത്ര മുതൽ ഇത്ര വരെ നീ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് 2 പേരും എന്ത് ചെയ്യുക, ടോപ്പിക്കൊക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യം അല്ലേ മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കുക, ആൾ പഠിച്ച കാര്യം നമുക്കും പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ടോപ്പിക്കുകൾ വേഗം കവർ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം വേഗം പഠിച്ചു തീരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാവും. മാത്രമല്ല നമുക്ക് നല്ലോണം ഓർമ്മയിൽ അത് നിൽക്കുകയും ചെയ്യും. നമ്മളൊരാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം എപ്പോഴും നന്നായിട്ട് നമുക്ക് നല്ലോണം ഓർമ്മയിൽ നിൽക്കുന്നതും അങ്ങനത്തെ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ അല്ലേ, അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേരും കൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും, വേഗം തന്നെ പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ, റെഡി ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എന്തിനാണ് ഞാൻ ഈ പഠിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഒരു ലക്ഷ്യം നമുക്ക് വേണം. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ കാര്യം എന്താ, വെറുതെ അങ്ങോട്ട് ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ, അതായത് ജസ്റ്റ് അച്ഛനമ്മയും പറയുന്നു അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു അങ്ങനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പഠിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതിനൊരു ലക്ഷ്യം നമുക്ക് തന്നെ വേണം അല്ലേ. നമുക്ക് കുറേ പേർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളക്ടർ ആവണം, അങ്ങനെ പല 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 ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പലർക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ക്ലാസ്സുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത്, അതായത് ഏറ്റവും നല്ലതാണ് മാർക്ക് വാങ്ങണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാർക്ക് അവിടെ നോക്കും എന്നുള്ളതല്ല അവിടെ മാറ്റർ ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ബേസാണ്. അടിത്തറ സെറ്റായെങ്കിൽ മാത്രമേ നമ്മൾ അതിന് മേലേക്ക് എന്ത് പണിതിട്ടും കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അടിത്തറ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ക്ലാസ്സസിൽ തന്നെ എൻ്റെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മേലേക്ക് നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ അടിപൊളിയായിട്ട് പഠിക്കണം. മാത്രമല്ല അടുത്ത നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. ആ ക്രിസ്മസ് എക്സാമിന് സെറ്റായിട്ട് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങണം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഇത്തവണ നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമ്മളിനി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ മിസ്സേ ഇന്ന് മുതൽ ഞാനിത് സെറ്റ് ആക്കിയിരിക്കും എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്താ ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാണ് അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, അത് കേട്ടാൽ മതി, മിസ് ഭയങ്കര ഹാപ്പി ആയിക്കോളൂ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ആ ബ്രേക്ക്, കുറച്ച് നാളത്തെ ഒരു ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഓണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു. എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യും, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം ഒരു 1 hour അല്ലെങ്കിൽ 2 hour. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ എന്ത് ചെയ്യുക, ഓരോ ദിവസം പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.